കേരള ബാങ്ക് നോർത്ത് പറവൂർ മെയിൻ ബ്രാഞ്ചിൻ്റെയും ഈവനിംഗ് ബ്രാഞ്ചിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. പറവൂർ ഏരിയ മാനേജർ വിദ്യ റാണ അധ്യക്ഷത വഹിച്ചു. ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഈ ബാങ്കിൽ ഇത്രയും പരിമിതമായ സൗകര്യങ്ങളിൽ വന്ന് ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിൽ സന്തോഷമുണ്ട്. അസിസ്റ്റന്റ് മാനേജർ ഡിജി NG സ്വാഗതം ആശംസിച്ചു. ബാങ്കിലെ ഇടപാടുകാരിയും സിനിമാ താരവുമായ കുളപ്പുള്ളി ലീല ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർമാരായ AM ചിന്ത, രേഖാജി നായർ എന്നിവർ കുളപ്പുള്ളി ലീലയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഞാനിവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന വീട് ഇവർ വിളിച്ച്, ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല, എൻ്റെ അമ്മ മരിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇവർ വിളിച്ചപ്പോൾ ഞാൻ വരാനുള്ള ഏക കാരണം, ഞാനിവിടെ വന്നിട്ട് ഞാനൊരു സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒന്ന് ആധാരം എഴുതുന്ന മുകുന്ദൻ ഉണ്ട് ഇവിടെ. ആ മുകുന്ദൻ ഈ ബാങ്കായിട്ട് നല്ല ഇതാണ്. അപ്പോൾ ആധാരം എഴുതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് പൈസ ഇങ്ങനെ ലോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ സ്ഥലം എടുക്കൽ അങ്ങനെ കഴിഞ്ഞു, അതിന് ലോൺ വേണ്ടി വന്നില്ല. പക്ഷെ വീടിന് ലോൺ എടുക്കാനാണ് പിന്നെ വരുന്നത്. നമുക്ക് വളരെ നിഷ്പ്രയാസം എന്ന് തന്നെ പറയാം, നിഷ്പ്രയാസം തന്നെ ആ ലോൺ കിട്ടി. വ്യവസായ വകുപ്പ് കോർഡിനേറ്റർ അൻസിൽ ഖാൻ വ്യവസായ വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾ വിശദമായി അവതരിപ്പിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PP അജിത് കുമാർ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായിരുന്ന VR നോയൽ രാജ്, ചേന്നമംഗലം കൈത്തറി H47 സെക്രട്ടറിയായിരുന്ന സോജൻ CA, ചേന്നമംഗലം H191 കൈത്തറി സംഘം സെക്രട്ടറിയും എഴുത്തുകാരനുമായ അജിത് കുമാർ ഗോതുരുത്ത്, കേരള ബാങ്ക് മുൻ ജീവനക്കാരൻ P രാധാകൃഷ്ണൻ, ഈവനിംഗ് ബ്രാഞ്ച് മാനേജർ AM ചിന്ത, മെയിൻ ബ്രാഞ്ച് മാനേജർ രേഖാജി നായർ എന്നിവർ സംസാരിച്ചു. കുളപ്പുള്ളി ലീല അമ്മ എന്ന കവിത അവതരിപ്പിച്ചു. അന്നു ഞാൻ കണ്ടൊരാ പരൽമീനിൻ കണ്ണുകൾ, ഇന്നു ഞാൻ കാണുന്നു പൊഴിഞ്ഞൊരാ കണ്ണുകൾ. മാംസളമായ കൈകാലുകളിന്നു തോലുകൾ ചുരുങ്ങി ഞാൻ കണ്ടു. ചുരുണ്ടു കറുത്തൊരാ തിങ്ങിനാ തലമുടി കാണുന്നു ഇന്നു ഞാൻ പെൺചാമരം പോലെ. എന്നാലും ഇന്നെൻ അമ്മയെ കാണാൻ എന്തോരഴകാണു ദേവിയെപ്പോലെ.